ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പിസയാണ്. ഇതുണ്ടാക്കാൻ വെറും 2 മിനിറ്റേ ആവശ്യമുള്ളൂ. ഇതുണ്ടാക്കാൻ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡും ചീസും സോസും ആണ്. അപ്പോൾ ഈ ഒരു 3 ഐറ്റം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. ഇടയ്ക്ക് ചീസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് കോണ് വേവിച്ചത് എടുത്തിട്ടുണ്ട്. കോൺ തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ക്യാരറ്റ് എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. പൊട്ടറ്റോ ഒന്നും എടുക്കണ്ട, അതത്ര ടേസ്റ്റ് കാണില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കഷ്ണം തക്കാളി, അതായത് ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ്, അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാനായി ഞാൻ ഇതുപോലെ 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പക്ഷെ അധികം അങ്ങനെ പിസ്സ സോസ് വാങ്ങിച്ച് വെക്കാറില്ല. ഞാൻ എപ്പോഴും ഈ ഒരു ടൊമാറ്റോ സോസാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആ 4 ബ്രെഡ് സ്ലൈസിലേക്കും വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ലെയറായിട്ട് 4 ബ്രെഡ് സ്ലൈസിലും വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുത്തു. ഇനി മൂന്നാമത്തെ ലെയറായിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ഗ്രേറ്റഡ് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീസും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ ബ്രെഡ് ചൂടാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഡയറക്റ്റ് അങ്ങോട്ട് തവയിലോട്ട് വെച്ച് ചൂടാക്കിയെടുക്കാൻ പാടില്ല. കാരണം ആ ചീസൊക്കെ മെൽറ്റായി കിട്ടുന്ന അത്രയും ടൈം കൊണ്ട് ആ ബ്രെഡ് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ അടിയിൽ ഒരു പഴയ തവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് വെച്ച് കൊടുക്കണം. അതിന് മുകളിലായിട്ട് നമ്മൾ ബ്രെഡ് ചൂടാക്കിയെടുക്കാൻ വെക്കുന്ന തവ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു തവ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ബ്രെഡ് സ്ലൈസ് മുഴുവനായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചീസ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ മതി ചീസ് മെൽറ്റായി കിട്ടാൻ. അപ്പോൾ ഞാൻ അടച്ചു വെച്ച അടപ്പ് മാറ്റിയിരുന്നു, കാരണം അത് ചീസിൽ ടച്ച് ചെയ്തിട്ട് ചീസൊക്കെ അതിന് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ആ ചീസൊക്കെ ആ ഒരു അടപ്പിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം, കാരണം ചീസ് കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ എപ്പോഴും തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കൊള്ളില്ല, അത് കുറച്ചൊരു ഹാർഡാകും. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കഴിക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കാണാം, ആ ചീസൊക്കെ നന്നായി മെൽറ്റായി വെലിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.